നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയിലിൽ പോയി അവനെ കണ്ടത് പോട്ടെ, ആദ്യയുടെ വീട്ടിൽ പോയി അവന്റെ ഭാര്യയും കുഞ്ഞിനെയും കാണേണ്ട ആവശ്യം എന്തായിരുന്നു? ജയിലിൽ വെച്ച് ആദ്യം പറഞ്ഞതാ അങ്കിളെ അവരെ പോയി ഒന്ന് കാണണമെന്ന്. വലിയ കഷ്ടം അങ്കിൾ അവരുടെ അവസ്ഥ. അതുകൊണ്ട് നീ അവരെ അങ്ങ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചോ? അയ്യോ അങ്കിളെ, ഞാൻ അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല. എങ്കിലേ തീരുമാനം ഞാൻ പറയാം. ആദിക്ക് കൊടുക്കാന്ന് പറഞ്ഞ 10 ലക്ഷം അവന്റെ ഭാര്യ ഏൽപ്പിക്കാം. ആ കാശുകൊണ്ട് അവരെങ്ങനെയെങ്കിലും ജീവിച്ചോളൂ. അങ്കിളെ, അതിനവർ പണം വാങ്ങാൻ തയ്യാറാവണ്ടേ? ആമയും കുഞ്ഞിനെ ആദ്യം വീട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടത്. നീയേ പണം കൊടുത്താൽ മതി, രക്ഷകനാവണ്ട. ഓക്കെ അങ്കിളെ, ആമിയുടെ മകളൊരു സുഖമില്ലാത്ത കുട്ടിയാ. ആ വീട്ടില് ആമയും കുഞ്ഞും സുരക്ഷിതരല്ല. അവരുടെ അവസ്ഥയ്ക്ക് അറിഞ്ഞു അറിയാതെ ഞാനും കൂടി കാരണക്കാരനല്ലേ. എന്താ വിളി? രഘു വിളിച്ചോ? ഇല്ലങ്കിൾ, ഞാൻ വിളിച്ചിട്ട് കോള് പോകുന്നില്ല. അല്ല അങ്കിൾ ഇപ്പൊ എവിടെയാ? ഞാൻ വണ്ടിയില്ല, ഒരു സ്ഥലം വരെ പോവാ. എന്താ മോളെ? അത് അങ്കിള് എപ്പോ തിരിച്ചെത്തും? എനിക്ക് അങ്കിളിനെ ഒന്ന് കാണണം. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അത് മോളെ ഇന്നെന്തായാലും പറ്റില്ല. ഞാൻ മോളെ നാളെ വിളിച്ചാൽ മതിയോ? വേറെ വഴിയില്ലല്ലോ. ശരി അങ്കിൾ, എന്നാ വെക്കട്ടെ. ശരി മോളെ. നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഈ മെഡിസിൻ കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്റെ മോള്. ആ മരുന്ന് 2 ആഴ്ചത്തേക്കുള്ളത് വാങ്ങിയിട്ടുണ്ട്. ബാക്കി ആവശ്യത്തിന് കാണുമല്ലോ. മുടങ്ങാതെ കൊടുക്കേണ്ട ഒരു ടാബ്ലറ്റ് അത് മാത്രോ? ബാക്കിയൊക്കെ മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കാനുള്ളതാ. അതൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഭക്ഷണമൊക്കെ എങ്ങനെയാ? പാചകത്തിനുള്ള സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടോ? കുറച്ചു ദിവസം പോവാനുള്ളതൊക്കെ ഉണ്ട്. ഞങ്ങള് 2 പേരല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് മാറാൻ പറ്റിയൊരിടം ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി വേറെ വല്ല ശല്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട്. വാതിലും ജനലും ഒക്കെ വന്ന് തട്ടും. തുറന്നില്ലെങ്കിൽ തെറിവിളിയും. കുറച്ചു കഴിയുമ്പോ ഭീഷണി മുഴക്കി അങ്ങ് പോകും. ആമി, എന്ത് പ്രകോപനം ഉണ്ടായാലും വാതിൽ തുറക്കരുത്. ഒരു സ്ഥലം കണ്ടെത്തുന്നവരെ ഇവിടെ പിടിച്ചു നിന്നേ പറ്റൂ. ശരി. ആരാ? അത് തന്നെ ഞങ്ങൾക്ക് അറിയേണ്ടത്. താൻ ആരാ? ഇതിനു മുമ്പ് തന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എന്റെ പേര് രഘു, ആദിലിന്റെ സുഹൃത്താ. ഗൾഫിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഈ ആദിലെന്ന് പറയുന്നവനെ ഞങ്ങളുടെ ശങ്കിനെ കൊന്നിട്ട് ഇപ്പൊ ജയിലില്ല. അതറിഞ്ഞിട്ട് ഞാൻ വന്നത്.
അന്ന് നിന്റെയൊക്കെ ചങ്ക് ആദിലിന്റെ പെണ്ണിനെ കയറി പിടിക്കുമ്പോ കൂടെ ഉണ്ടായിരുന്നവൻ ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടോടാ? ഉണ്ടോന്ന്? ഉണ്ടെങ്കിൽ അവന്റെ കവാലക്കുറ്റി ഞാൻ അടിച്ച് പൊട്ടിക്കും. നീയാണോടാ അവൻ? നീയാണോ? പറയടാ. നീയാണോന്ന് പറയടാ. അല്ല രഘുവേട്ട, അവരാരുമല്ല. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആദിൽ അവനെ വെട്ടിയത് അവന്റെ പെണ്ണിന്റെ മേലെ കൈവച്ചിട്ടാ. ഇനി എന്റെ പെങ്ങടെ മേലെ ഒരു തരി മണ്ണ് വീണ വെട്ടുന്നത് ഞാനായിരിക്കും. മനസ്സിലായടാ? മനസ്സിലായെന്ന്? എന്നാ പോടാ. അങ്ങ് പോവാൻ. പോടാ. ഇറങ്ങി പോടാ. പോടാ. ആമി എന്തിനാ കരയുന്നെ? കണ്ണു തുറക്കെ. ഒന്നുമില്ല രഘുവേട്ട, ഒന്നുമില്ല. പോയിക്കോ. അവന്മാരെ സൂക്ഷിക്കണം. ആദ്യമുള്ള പക കൂടി അവര് തീർക്കും. എന്റെ കാര്യം ഓർത്ത് ടെൻഷൻ ആവണ്ട. ആമി സൂക്ഷിച്ചാ മതി. അവന്മാർക്കിനി വിഷം കൂടും. എനിക്കറിയാം. ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാ. വാതില് ചവിട്ടി തുറന്ന് അവരകത്ത് കയറി വരുന്ന ഉറപ്പായ ഇവിടെ മണ്ണെണ്ണ ഇരിപ്പുണ്ട്. എന്റെ കത്തിക്കരിഞ്ഞ ശരീരത്തിൽ മാത്രമേ അവന്മാർക്ക് തൊടാൻ പറ്റൂ. ആമി പൊയ്ക്കോ. ഒരുപാട് ജോലിയൊക്കെ ഉണ്ടാവില്ലേ? പൊക്കോ.